നമസ്കാരം. എന്തുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നില്ല? കഴിഞ്ഞ ഒക്ടോബർ 7 ഉടലെടുത്ത ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇപ്പോൾ കൂടുതൽ അറബ് രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഗസയിൽ നിന്ന് സംഘർഷം ഇറാനിലേക്കും ലെബനനിലേക്കും യമനിലേക്കും വ്യാപിച്ചിരിക്കുന്നു. വലിയ ദുരന്തത്തിലാണ് മേഖലയിലെ ജനങ്ങൾ. ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരും പരിക്കേൽക്കുന്നവരും നിരവധിയാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ തീവ്രത കൂട്ടിയതും പശ്ചിമേഷ്യ ആകെ വ്യാപിച്ചതും ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതോടെയാണ്. ഇസ്രായേലാണ് വധത്തിന് പിന്നിലെന്നും വ്യക്തമായിരുന്നു. ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ലയും ബെയ്റൂട്ടിൽ കൊല്ലപ്പെടുകയായിരുന്നു. സംശയം വേണ്ട, ഇതിനു പിന്നിൽ ഇസ്രായേൽ തന്നെയാണ്. നസറല്ലയെ വധിച്ചതായി ആദ്യം വെളിപ്പെടുത്തിയതും ഇസ്രായേലാണ്. ആദ്യം നിഷേധിച്ചെങ്കിലും ഹിസ്ബുള്ളയും പിന്നീട് മരണവിവരം സ്ഥിരീകരിച്ചു. ഇറാന്റെ മണ്ണിൽ വെച്ചാണ് ഹമാസ് മേധാവി കൊല്ലപ്പെട്ടത്. ഇറാന് മാത്രമല്ല, അറബ് രാഷ്ട്രങ്ങളെയും ലോകത്തിനെയും ഞെട്ടിപ്പിച്ച കൊലപാതകമായിരുന്നു അത്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് അതീവ സുരക്ഷാ മേഖലയിൽ ഹനിയ കൊല്ലപ്പെട്ടതെന്ന റിപ്പോർട്ടുകളും പിന്നാലെ പുറത്തുവന്നു. ഇറാന് ഏറ്റ വലിയ പ്രഹരമായിരുന്നു ഹനിയയുടെ മരണം. പ്രതികാരം ചെയ്യുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാൻ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ പിന്നാലെ വന്നു. എന്നാൽ ഹനിയ കൊല്ലപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചാണ് ഇറാന്റെ അതിഥിയായെത്തിയ ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ നിശബ്ദമായിരിക്കുന്നത്? ഈ ചോദ്യം ഉയരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഹനിയയെ കൊലപ്പെടുത്തിയതിന് ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നുണ്ട്. എന്നിട്ടും ഇറാൻ നിശബ്ദമായി നിൽക്കുന്നതിന്റെ അമ്പരപ്പിലാണ് അറബ് രാജ്യങ്ങൾ. അതിനിടെ ഹിസ്ബുള്ള മേധാവിയെയും ഇറാൻ വകവരുത്തി. മറുപടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം അപ്പോഴും ഉണ്ടായി. ഇറാന്റെ നിശബ്ദതയ്ക്ക് പല കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. റെയ്സിയുടെ മരണശേഷം ഇറാനിൽ അധികാരത്തിലെത്തിയത് പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയനാണ്. കൺസർവേറ്റീവ് ചിന്താഗതിയെ ഇറാൻ തൂത്തെറിയാൻ ആഗ്രഹിക്കുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് തെരഞ്ഞെടുപ്പിലൂടെ ഇറാൻ നൽകിയത്. മാത്രമല്ല, തികച്ചും യാഥാസ്ഥിതികനായ റെയ്സിയുടെ മരണം ഇറാൻ ആഘോഷത്തോടെ സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, പാളയത്തിൽ തന്നെ പടയുണ്ട്. ഇറാൻ മാറ്റം ആഗ്രഹിക്കുന്നു. പ്രാകൃത നയങ്ങളുമായി ഇനി മുന്നോട്ടു പോകാനാവില്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ ഒറ്റപ്പെടലും ഉപരോധവുമെല്ലാം ഇറാനെ സാമ്പത്തികമായി മാത്രമല്ല സാമൂഹികമായും തകർത്തിട്ടുണ്ട്. പുതുതലമുറ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഡോക്ടർ കൂടിയായ പെസഷ്കിയനെ ഇറാൻ ജനത, പ്രത്യേകിച്ച് പുതുതലമുറ തെരഞ്ഞെടുത്തത്. ഇറാനിനുള്ളിൽ കടന്നാണ് ഇസ്രായേലി ചാരൻ മൊസാദ് ഹനിയയെ കൊലപ്പെടുത്തിയത്. പ്രാദേശിക പിന്തുണയില്ലാതെ അത്തരമൊരു ദൗത്യം ഒരിക്കലും ഇസ്രായേലിന് സാധ്യമാകില്ല. യുദ്ധമുണ്ടായാൽ സൈന്യം കൂറുമാറുമോ എന്ന ഭയവും ഇറാനുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തിരിച്ചടി വൈകുന്നതിന്റെ കാരണമായി ഇതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനത നടത്തിയ സമരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തിയ സമരങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്ത് ഇറാനെ ഒരു തികഞ്ഞ ജനാധിപത്യ രാജ്യമാക്കാൻ ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക ഇടപെടും. അമേരിക്കയുടെ ആക്രമണം ഗൾഫിലെ ഏതെങ്കിലും രാജ്യത്ത് നിന്നായിരിക്കും. ഒരുപക്ഷെ സൗദി അറേബ്യ കൂടി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊപ്പം ചേർന്നാലും അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഇറാനുമായുള്ള ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യം തുടരേണ്ടതില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇറാനെ പിണക്കാൻ അമേരിക്ക നിൽക്കില്ല. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട്. അതിനാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കാൻ അമേരിക്ക പരമാവധി ശ്രമിക്കും.